സൗദി അറേബ്യയിൽ പെട്ടുപോയ റഹീമിനെ സംരക്ഷിക്കാൻ ബോച്ചയും സാബി ഇൻസ്പയേഴ്സും ഉണ്ടായിരുന്നു. അല്ലാത്ത പ്രവാസികൾക്ക്, ഗൾഫിലും നാട്ടിലുമായിട്ടുള്ള പലവിധ കേസുകളിൽ പെട്ട് വലയുന്ന പ്രവാസികൾക്ക്, അത് ചെക്ക് കേസാവാം, ബാങ്ക് കേസാവാം, ജോലി തട്ടിപ്പാവാം, ശമ്പളം കിട്ടാത്തതാകാം, പെട്ടുകിടക്കുന്നവരാകാം, അങ്ങനെയുള്ളവർക്ക് സൗജന്യ നിയമസഹായവുമായിട്ട് വരുന്ന ഒരു സംഘടനയെ പരിചയപ്പെടുത്താനാണ് വീഡിയോ. ഗൾഫിലുള്ളവരെല്ലാവരും കാണുക, അവരുടെ വീട്ടുകാരും കാണുക, അല്ലാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും റഹീമും നജീബും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ നിയമോപദേശങ്ങൾ തേടേണ്ടതെന്ന് അറിയാണ്ട് ധാരാളം പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് സഹായിക്കാനായിട്ട് ഒരു നീതിമേള നടക്കാൻ പോകുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആളെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത്. എൻ്റെ വീട് ശരി കൊടുങ്ങല്ലൂരാണെങ്കിലും ഇപ്പോൾ എറണാകുളം സെറ്റിൽഡാണ്. ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് 2010 തുടങ്ങിയ സംഘടനയാണ്. 2014 ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഈ സംഘടനയുടെ ബാനറിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് UAE ഒരു ചാപ്റ്റർ ഉണ്ട്, ഒമാനിൽ ചാപ്റ്റർ ഉണ്ട്, ഖത്തറിലും ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. UAE അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നീതിമേളയാണ് സംഘടിപ്പിക്കുന്നത്. നാട്ടിലും UAEയിലുമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, കഴിയാവുന്ന നിയമസഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. UAEയിലുള്ളവർക്ക് മാത്രമാണ്? അതെ അതെ അതെ. ഇപ്പോൾ ഈ നീതിമേള. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നാട്ടിലും ഒന്ന് UAEയിലും. കാരണം കുടുംബനാഥൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ നേരിടേണ്ട കാര്യങ്ങൾ കോടതിയെ ആശ്രയിക്കാതെ കണ്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ആ കേസുകൾ നമ്മളത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ രീതിയിലുള്ള അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ പണം നഷ്ടപ്പെടുക, ഗവൺമെൻറ് ലെവലിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുത്ത അപേക്ഷകളിൽ മന്ദഗതിയിലുള്ള നീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ വൈവാഹിക പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമുക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പോലീസ് സഹായം വേണ്ടി വന്നാൽ, പിന്നെ നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ടെൻഷനും അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള നിയമോപദേശങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, അപ്പോൾ അതിനുള്ള ഒരു നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എല്ലാവരും വിളിച്ചുകൂട്ടി ഞങ്ങൾ ആ പരാതികൾ സ്വീകരിച്ചിട്ട് ജില്ലാസ്ഥാനത്തും അതേപോലെ തന്നെ തിരുവനന്തപുരത്താണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. വിദേശത്താണെങ്കിൽ ഇപ്പോൾ ഈ മെയ് 20 കഴിഞ്ഞ ശേഷം ഈ പാസ്പോർട്ട് പ്രശ്നങ്ങൾ, പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് പ്രശ്നങ്ങൾ, ആളെ കാണാതാവൽ, അനധികൃതമായിട്ട് ജയിലിൽ പെട്ട് കിടക്കുന്നത്, തൊഴിൽ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഞങ്ങളിത് കഴിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ പരാതിക്കാരെയും വിദഗ്ധരായ അഭിഭാഷകരെയും വിളിച്ചിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും കഴിയാവുന്ന നിയമസഹായങ്ങളും കൊടുക്കും. അതിന് പരിചയസമ്പന്നനായിട്ടുള്ള സാമൂഹിക പ്രവർത്തകരും കൂടെയുണ്ട്. ഇപ്പം നീതിമേള നടക്കുന്ന 20-ാം തീയതി. അതിന് ഞാൻ നേരിട്ട് വരണോ അതോ? ഇപ്പോൾ നാട്ടിലായാലും വിദേശത്തായാലും നമുക്കതിനൊരു ഈ പ്രത്യേക ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്. അത് മുഖേന ഞങ്ങൾക്ക് അയക്കാം. ഇത് ഫ്രീ ആണല്ലോ അല്ലേ? ഇത് ഫ്രീ ആണ്. പിന്നെ കോടതികളിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളത് അടിസ്ഥാനത്ത് മറ്റുള്ള പരാതി സംബന്ധിച്ചിട്ടുള്ള നടപടികളും കഴിയാവുന്ന കോടതി ഇല്ലാതെ കണ്ടുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ തർക്കങ്ങൾ പരിഹരിക്കാനൊക്കെ ഉള്ളത് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അത് 20-ാം തീയതി കഴിഞ്ഞിട്ടാണെങ്കിലോ? മെയ് 20 വരെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. മെയ് 20-ന് ശേഷം വളരെ അർജന്റായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പരിഗണിക്കും. കറന്റ്ലി നമ്മൾക്ക് പ്രവാസികളുടെ നാട്ടിലും വിദേശത്തുള്ള പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ പെട്ടുപോയി, റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്, അങ്ങനെ സോൾവ് ചെയ്യാനുള്ള എന്ത് സിസ്റ്റമാണ് നമുക്കുള്ളത്? ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഓരോ താലൂക്കുകൾക്കും കോടതികളോട് ചേർന്ന് ഈ അദാലത്ത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലായി സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു അഡ്വക്കറ്റ് ഇല്ലാതെ കണ്ട് വെള്ളക്കടലാസിൽ എഴുതി നമ്മുടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനും നമുക്കൊരു റിലീഫ് കിട്ടുന്നു, ആ ഉദ്യോഗസ്ഥൻ അവിടെ ഹാജരാകും. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നമുക്കൊരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ അവരെയും കൂടി അതിൽ കക്ഷി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഹാജരാവുകയും അദാലത്തിൽ അതിനും പരമാവധി തീർപ്പുണ്ടാവുകയും ചെയ്യും. ഇത് എപ്പോഴാണ് ഈ അദാലത്ത് നടക്കുക? ഇത് 2 ആഴ്ച കൂടുമ്പോൾ കോടതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലായിട്ട്. അതൊരു സ്പെഷ്യൽ സർവീസ് വിദേശ പ്രവാസികൾക്കുള്ള? അത് പ്രവാസികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടി പൊതുവായിട്ടുള്ളതാണ്. പക്ഷേ അത് പ്രവാസികൾ മനസ്സിലാക്കണില്ല. ലളിതമായിട്ട് ചെയ്യാവുന്ന സംവിധാനമാണത്. അതുകൂടാതെ കണ്ട് നോർക്ക വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക ലീഗൽ ഹെൽപ്പ് സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ PBSK എന്ന് പറയുന്ന പ്രവാസി ഭാരതീയ സഹായ കേന്ദ്ര UAEയിലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോകാനും അവിടെ അഭിഭാഷകരെ കാണാനും ഒക്കെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് സമീപിക്കാം. ഗൾഫിലെ പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ അനധികൃതമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ ഹൗസ് മേറ്റ്സ് പല സ്ഥലത്തും കുടുങ്ങി കിടക്കുന്നുണ്ട്, കമ്പനികളിൽ നിന്ന് നമുക്ക് പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ നിങ്ങൾ ആശ്രയിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ്. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിന് ഈ നമ്മുടെ പരാതി അന്വേഷിക്കാനും അതോടൊപ്പം തന്നെ അത് ഇന്ത്യൻ എംബസി കൈമാറാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കോപ്പി നിങ്ങൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലും കൂടി അയക്കുകയാണെങ്കിൽ വളരെ സജീവമാകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു സേവന പോർട്ടൽ തന്നെയുണ്ട്. അതാണ് പബ്ലിക് ഗ്രീവൻസ് പോർട്ടൽ. അപ്പോൾ അതിൽ ഈ ഡൽഹിയിലുള്ള വിവിധ മന്ത്രാലയങ്ങൾ ആ മന്ത്രാലയങ്ങളിലേക്ക് എത്തിക്കോളും. അപ്പോൾ അതിന് വളരെ ലളിതമായിട്ട് നമ്മൾ അതിൽ പരാതി അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരികയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് ആശ്രയിക്കാവുന്ന മഹാസ്ഥാപനമുണ്ട്, അതാണ് ഹൈക്കോടതി. ഹൈക്കോടതിയിൽ ഗൾഫിലെ കേസുകൾ ഹർജി ഫയൽ ചെയ്യാൻ പറ്റും. ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി
അത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ മുഖേന എംബസിയോട് വിശദീകരണം ആവശ്യപ്പെടും. അങ്ങനെ ഒരുപാട് കേസുകൾ ജഡ്ജ്മെൻറ്റ് തന്നെ എൻ്റെ കൈവശമുണ്ട്. അത് 100% നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സംവിധാനമാണ് ഹൈക്കോടതി. ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മളറിയാത്ത കുറേ നിയമവശങ്ങളുണ്ട് ഇതിൽ. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെയ് 20-ാം തീയതി വരെ UAE വെച്ച് നടക്കുന്ന നീതിമേളയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലായി കഴിഞ്ഞാലും ഇമെയിലോ വാട്സപ്പിലോ അയക്കാം. അതിനുശേഷമായി കഴിഞ്ഞാലും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾ, വളരെ അടിയന്തരമായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും സഹായിക്കാൻ തയ്യാറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തീർത്തും സൗജന്യമായിട്ടുള്ള സേവനമാണ്. ഈ നമ്പർ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെച്ചുള്ള എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഉപയോഗിക്കാം അല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇക്കാന്ന് ഞാൻ വിളിക്കാൻ കാരണം എൻ്റെ അയൽവാസിയാണ് കേട്ടോ. അതാണ് എൻ്റെ വീട്, ഇതാണ് ഇക്കാടെ തറവാടുകളിലൊന്ന്. ഇക്ക ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ജനറലി വളരെ ചെറുപ്പം മുതലേ ഇങ്ങനെ പബ്ലിക് വിഷയങ്ങൾക്ക് ഈ നിവേദനങ്ങൾ കൊടുക്കാനും പബ്ലിക്കിന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ വളരെ തൽപരനാണ്. രണ്ടാമത് ഒരുപാട് പബ്ലിക് വിഷയങ്ങളിൽ ഹൈക്കോടതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടാൻ ഹൈക്കോടതി മുഖേന ഹർജി ഫയൽ ചെയ്ത് നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുമ്പോൾ പല ഗൾഫുകാരും ഗൾഫിൽ ജീവിക്കുന്നവർ തന്നെ ഇത് പറയും, ഗൾഫ് കൊണ്ടാണ് നമ്മുടെ നാടൊക്കെ രക്ഷപ്പെടുന്നത്. ഗൾഫിലെ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ട് എന്താണ് ഇക്കാടെ പേഴ്സണൽ ഒപ്പീനിയൻ? ഗൾഫ് രാജ്യങ്ങളിൽ ഒരു 10ാം ക്ലാസ് തോറ്റ വ്യക്തിക്ക്, വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തിക്ക്, വിദ്യാഭ്യാസം കൂടിയ വ്യക്തിക്കും ജോലി കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് മറ്റു രാജ്യങ്ങളിൽ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ, അവരുടെ രാജ്യത്തിന് ഉയർച്ചക്കും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള പൗരന്മാരെയാണ് ഇവിടെ നിന്ന് അധികം റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള വലിയൊരു പരിഗണന കൊടുക്കുന്ന ഒരുപാട്, ഇന്നിപ്പോൾ ഈ മലയാളികൾ ഇത്ര എത്താൻ കാരണം ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത കുറച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു മാനുഷികമായിട്ട് വലിയൊരു സേവനമാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന അവരുടെ ചില നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. ആ കർശനമായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഗൾഫിൽ പോയിരുന്നു. രാത്രി 1 മണിക്കൊക്കെയാണ് സ്ത്രീകൾ അവിടെ നടക്കുന്നത്. അത് ലോകത്തൊരിക്കലും അങ്ങനെ വലിയൊരു സംഭവമാണ്. പക്ഷേ ലേബർ നിയമങ്ങൾ കുറച്ചും കൂടെ കർശനമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എല്ലാ വിഭാഗത്തിലും ഉള്ളതുപോലെ തന്നെ ചില മനുഷ്യർ എല്ലായിടത്തും ഉണ്ടാവും. അത് അത്രേ അതിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെല്ലാം ഗ്രീവൻസുകൾ ഉണ്ടെങ്കിലും നമ്മളെ ഇക്കാനെ വിളിക്കാം. പിൽസ് എന്നാണ് സംഘടനയുടെ പേര്. ദ സർവീസ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. നമ്പർ സേവ് ചെയ്യുക, ഉപയോഗിക്കുക. കുറേ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ക്രോഡീകരിച്ചിട്ട് അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രവാസി ഗൈഡ്. അപ്പോൾ ഇതിന് ആശംസകൾ അറിയിച്ചിട്ടുള്ള, ഞാൻ ചിരിക്കണമെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഒന്ന് പിണറായി വിജയനാണ്, മറ്റൊരാൾ VD സതീശനാണ്. ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് TP ശ്രീനിവാസനാണ്, അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ. ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമവശങ്ങളും ഇതിലുണ്ട്. ഇത് വാങ്ങിക്കാൻ പറ്റും. ഇത് വാങ്ങിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാനവാസ് ഖാനെ വിളിക്കാം.